മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 46 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്, ഈശോ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മയും സഹോദരങ്ങളും അവനെ തിരക്കി വരികയാണ്. അപ്പോ അവിടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ ഈശോയോട് പറയണം, നിന്റെ അമ്മയും സഹോദരനും വന്നിരിക്കുന്നു. ഈശോ പറയുന്ന ഒരു വചനമാണ്, ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും. ഈശോ പരിശുദ്ധ അമ്മയെ നിരാകരിക്കുകയല്ല, അമ്മയിലേക്ക് നോക്കാനായിട്ട് പറയുക. അമ്മയാണ് വചനത്തെ സ്വീകരിച്ചവൾ. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോ വന്ന് പിറന്നത് എങ്ങനെയാ? വചനം മാംസം ധരിക്കുക, വചനം അമ്മയുടെ ഉദരത്തിലേക്ക് വരിക. ആ വചനത്തിന്റെ വഴിയിലൂടെയാണ് പിന്നീട് പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവനും. അമ്മ ജീവിച്ചത് മുഴുവനും വചനത്തിന്റെ വഴിയിലാണ്. ഈശോ പറയുകയാണ്, എന്റെ അമ്മയിലേക്ക് നോക്കുക, അവളെ മാതൃകയാക്കുക. അവളാണ് വചനത്തിന്റെ ഉപാസക, അവളാണ് വചനം ജീവിച്ചവള്, വചനത്തിന് ജന്മം കൊടുത്തവള്. അവളെ നോക്കി പഠിക്കാനായിട്ട് പറയുക. പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാള് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ അമ്മയിൽ നിന്ന് ഇന്ന് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം, വചനത്തിന് പ്രാധാന്യം കൊടുക്കുക, വചനത്തിന്റെ വഴിയിൽ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അമ്മയ്ക്ക് അമ്മയുടെ വഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ദൈവം സ്വാതന്ത്ര്യം നൽകുന്നവനാ. പക്ഷേ അമ്മയുടെ വഴിയിലൂടെ നടന്നില്ല. അമ്മ നടന്നത് മുഴുവനും ദൈവം വരച്ച വഴിയിലൂടെയാണ്, അത് വചനത്തിന്റെ വഴിയിലൂടെയാണ്. സഹനമേറ്റെടുത്തപ്പോഴും, കണ്ണുനീരേറ്റെടുക്കേണ്ടി വന്നപ്പോഴും, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സഹായിക്കേണ്ടി വന്നപ്പോഴും, ഈശോയുടെ കുരിശിന്റെ വഴിയിൽ അവനെ ശക്തിപ്പെടുത്താനായിട്ട് നിന്നപ്പോഴും, ശിഷ്യന്മാരെ കുട്ടിപ്പിടിച്ചപ്പോഴും, ജീവിതത്തിൽ ഒറ്റപ്പെട്ട നാളുകളിലൂടെ കടന്നുപോകേണ്ടി വന്നപ്പോഴും, ദൈവം വരച്ച വഴിയിലൂടെ അമ്മ നടന്നു. അത് വചനത്തിന്റെ വഴിയിലൂടെയാണ്. അതുകൊണ്ട് അമ്മ ഒരിക്കലും കരഞ്ഞില്ല, അമ്മ ഒരിക്കലും തളർന്നില്ല. കാരണം അമ്മയെ നയിച്ചത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ പ്രതിബന്ധങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, ഇല്ലായ്മകളുണ്ടാകാം. ഈ വഴിയിലൂടെ നമ്മൾ ഓരോരുത്തരും നടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, വചനത്തിന്റെ വഴിയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ നീ തളരില്ല. കാരണം വചനം ശക്തിയാണ്. ആ ശക്തി നിന്നെ താങ്ങും. അമ്മയെ താങ്ങിയ വചനത്തിന്റെ ശക്തി നമ്മയും താങ്ങട്ടെ. വചനം വായിക്കാം, വചനം പഠിക്കാം, വചനത്തിലൂടെ ജീവിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയോട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, വേദനകളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. സകല തിന്മകളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും, കെട്ടുകളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, പീഡകളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, ഇല്ലായ്മകളിൽ നിന്നും ഇവരെ കാത്തു സംരക്ഷിക്കണമേ. ഈശോയെ വചനത്തിലൂടെ ജീവിക്കാൻ ഇവരെ സഹായിക്കണമേ. ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും, ബന്ധനങ്ങളും, കെട്ടുകളും, പിശാചിന്റെ ഉപദ്രവങ്ങളും, നാരകീയ ശക്തികളും നിർവീര്യമായി തീരട്ടെ. അമ്മയുടെ മധ്യസ്ഥത ഇവർക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.